കവിഞ്ഞൊഴുകുന്ന പ്രാർത്ഥനയിൽ ജപമണിമാലകളുണരുന്നു. ഒരുമയിലേവരും കൈകോർക്കാം, കൃപയുടെ പരിമളമുയരുന്നു. പ്രിയതമനായി ഗുരുവരനായി ഈശോ അണയുന്നു. Shalom Fellowship Night. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയമുള്ളവരെ, ഷാലോമിൻ്റെ ഫെലോഷിപ്പ് നൈറ്റ് 2025 ആദ്യത്തെ ശുശ്രൂഷയിലേക്ക് നമ്മളെല്ലാവരെയും ദൈവം വലിയ സ്നേഹത്തോടെ കൂട്ടിച്ചേർത്തിരിക്കുന്നു. ഈ പുതുവർഷത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ കൊണ്ടും കൃപകൾ കൊണ്ടും ഈശോ നമ്മളെ നിറയ്ക്കാൻ ഈ ദിവസം ആഗ്രഹിക്കുന്നു. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ചേർത്ത് വെച്ച് നല്ലവനായ ദൈവത്തെ നമ്മൾ ഒരുമിച്ച് ആരാധിക്കുകയും അവിടുത്തെ വചനം സ്വീകരിക്കുകയും ദിവ്യകാരുണ്യത്തിൽ അവിടുത്തെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഈ മഹത്തായ ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ആദ്യമേ തന്നെ നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ഈ ഒരു ദിവസം നമ്മൾ ആഗ്രഹിക്കുന്ന ചേർത്ത് വയ്ക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നിയോഗവും പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്തുകൊണ്ട് അമ്മയുടെ വിമല ഹൃദയത്തിന് ഈ ഒരു പുതുവർഷത്തെ മുഴുവൻ സമർപ്പിച്ച് നമുക്കൊന്ന് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. യേശയ്യാ 30:18 കർത്താവ് നീതിയുടെ ദൈവമാണ്, അവിടുത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഈ ഒരു പുതുവർഷത്തിൽ നമ്മുടെ കർത്താവായ ദൈവം, തന്നെ കാത്തിരിക്കുന്നവരെ സമൃദ്ധമായി അനുഗ്രഹിക്കുന്ന ദൈവം ഇതാ നമ്മളെ കാത്തിരിക്കുന്നു. തൻ്റെ വചനത്താലും തൻ്റെ പരിശുദ്ധമായ സാന്നിധ്യത്താലും നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുവാൻ ഈശോ നമ്മളെ കാത്തിരിക്കുന്നു. ഈ വലിയ സന്തോഷത്തോടെ ഈ ശുശ്രൂഷയോട് നമുക്ക് ചേരാം. ഷാലോമിൻ്റെ പ്രിയപ്പെട്ടവർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന, സ്നേഹത്തോടെ പങ്കുവയ്ക്കുന്നവർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ശുശ്രൂഷ ഈശോ വളരെ വിലപ്പെട്ട ശുശ്രൂഷയായി കാണുന്നു. ഈ സമയം തന്നെ ഷാലോമിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനാ ടീം നിങ്ങളുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന സമയമാണ്. നമ്മുടെ ഓരോ പ്രാർത്ഥന ആവശ്യങ്ങളും താഴെ കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഷാലോമിനെ അറിയിച്ചാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് വേണ്ടിയും ഷാലോം പ്രെയർ ടീം പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. നമുക്കൊന്ന് കണ്ണുകളടച്ച് നമ്മുടെ ഇരു കരങ്ങളും ഒന്ന് തുറന്നു പിടിച്ച് ഈശോ തന്നെ കാത്തിരിക്കുന്നവരെ സമൃദ്ധമായി അനുഗ്രഹിക്കുന്ന ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും ഇപ്പോൾ ചേർത്ത് വയ്ക്കാം. കർത്താവിന്റെ പരിശുദ്ധിയെ നമുക്ക് വാഴ്ത്താം. ഈശോയെ നമുക്ക് ഗായക വൃന്ദത്തോട് ചേർന്ന് പാടി ആരാധിച്ച് തന്റെ ശക്തിയും ബലവും എല്ലാം നമുക്ക് സ്വീകരിക്കാം. സങ്കീർത്തനം 33:18 തന്നെ ഭയപ്പെടുന്നവരെയും തന്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരെയും കർത്താവ് കടാക്ഷിക്കുന്നു. അതെ, നമ്മളെ കർത്താവ് കടാക്ഷിക്കുന്ന സമയമാണ്. യേശുവേ, ആരാധന ആരാധന ആരാധന. ഒന്ന് ചേർന്നൊന്ന് ഈശോയെ ആരാധിക്കാമോ? ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. ഇതാ അങ്ങയുടെ പ്രിയപ്പെട്ട മക്കൾ ഒന്ന് ചേർന്ന് കർത്താവ് ഈ പുതുവർഷത്തിൽ അങ്ങയെ ആരാധിക്കുന്നു. അങ്ങയുടെ മഹത്തായ കൃപകൾ, അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ദാനമായി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ 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 യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. ആരാധന 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 ആരാധന. ഞങ്ങൾ പുകഴ്ത്തുന്നു അങ്ങയെ, ഞങ്ങൾ വാഴ്ത്തുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വലിയ സന്തോഷത്തോടെ കരങ്ങളടിച്ച് ഈശോയെ നമുക്ക് മഹത്വപ്പെടുത്താം. ആനന്ദത്തോടെ പാടി ആരാധിക്കാൻ നമുക്ക്. അനുഗ്രഹത്തിൻ അധിപതിയേ, ആനന്ദ കൃപാ പെരും നദിയേ. അനുഗ്രഹത്തിൻ അധിപതിയേ, ആനന്ദ കൃപാ പെരും നദിയേ. അനുദിനം നിൻ പാദം ഗതിയേ, അടിയാനു നിൻ കൃപ മതിയേ. അനുഗ്രഹത്തിൻ അധിപതിയേ, ആനന്ദ കൃപാ പെരും
നദിപതിയേ ആനന്ദ കൃപാ പെരും നദിയേ. നമുക്കൊന്നു ചേർന്ന് ദൈവത്തെ ആരാധിക്കാം. അവിടുന്ന് നൽകിയ ഓരോ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ് ഈ പുതിയ വർഷത്തിൽ കർത്താവ് നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കും. ഉറച്ചു വിശ്വസിക്കാം. നമ്മുടെ നിയോഗങ്ങളുടെ മേൽ, പ്രാർത്ഥനകളുടെ മേൽ, ജീവിതത്തിന്റെ എല്ലാ ആവശ്യങ്ങളുടെ മേലും സ്വർഗം തുറന്ന് കൃപകൾ വർഷിക്കുന്ന ഒരു പുതിയ വർഷത്തെ പ്രതി ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഈശോയെ, അങ്ങയുടെ വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകട്ടെ. അങ്ങയുടെ വലിയൊരു അഭിഷേകം ഞങ്ങളിൽ വന്ന് നിറയട്ടെ. ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ആരാധന, ആരാധന. ഒന്ന് ചേർന്ന് ആരാധിക്കാം നമുക്ക്. വൻവിനകൾ വന്നിടുകിൽ വലയുകയിൽ എൻ ഹൃദയം. വൻവിനകൾ വന്നിടുകിൽ വലയുകയിൽ എൻ ഹൃദയം. വല്ലഭൻ നീ എന്നഭയം വന്നിടുമോ പിന്നെ ഭയം. വല്ലഭൻ നീ എന്നഭയം വന്നിടുമോ പിന്നെ ഭയം. അനുഗ്രഹത്തിൻ അധിപതിയേ ആനന്ദ കൃപാ പെരും നദിയേ. അനുഗ്രഹത്തിൻ അധിപതിയേ ആനന്ദ കൃപാ പെരും നദിയേ. അനുദിനം നിൻ പാദം ഗതിയേ അടിയാനു നിൻ കൃപ മതിയേ. അനുദിനം നിൻ പാദം ഗതിയേ അടിയാനു നിൻ കൃപ മതിയേ. ഹല്ലേലൂയാ, 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 ആമേൻ, ഹല്ലേലൂയാ, 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 ആമേൻ, ഹല്ലേലൂയാ, 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 ആമേൻ, ഹല്ലേലൂയാ. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് അല്പസമയം ഈശോയെ വലിയ സന്തോഷത്തോടെ ആരാധിക്കാം. ഈശോയ്ക്ക് മഹത്വം നൽകി ആരാധിക്കാം. നമ്മൾ മൊബൈൽ ഫോണിലൂടെയോ ടിവിയിലൂടെയോ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ, കുടുംബത്തെ, പ്രാർത്ഥനകളെ ദൈവസന്നിധിയിലേക്ക് പ്രത്യാശയോടെ ചേർത്ത് വെക്കാം. തന്നെ കാത്തിരിക്കുന്നവരെ അനുഗ്രഹിക്കുന്ന, കടാക്ഷിക്കുന്ന ദൈവത്തിന്റെ മുൻപിലാണ് നമ്മൾ. തന്നെ ഭയപ്പെടുന്നവരെ കാത്തിരിക്കുന്ന ദൈവത്തിന്റെ മുൻപിലാണ് നമ്മൾ. ആ ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ജീവിതത്തെ സ്നേഹത്തോടെ സമർപ്പിക്കാം. ഈശോയെ, ഞങ്ങൾ ഒന്നു ചേർന്ന് ആരാധിക്കുന്നു, മഹത്വം നൽകുന്നു. കർത്താവേ, അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കുന്നു. ഈശോ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ പ്രിയപ്പെട്ട മക്കൾ ഒന്ന് ചേർന്ന് ആരാധിക്കുന്നു. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഈശോ, 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 ഈശോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടിയനു നിൻ കൃപ മതിയേ. അനുദിനം നിൻ പാദം ഗതിയേ. അടിയനു നിൻ കൃപ മതിയേ. അടിയനു നിൻ കൃപ മതിയേ. അടിയനു നിൻ കൃപ മതിയേ. ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മുടെ ജീവിതത്തെ വലിയ സ്നേഹത്തോടെ സമർപ്പിക്കാം. ശാലോമിൻ്റെ പ്രേക്ഷകരും SPF അംഗങ്ങളും റോസറി ഫെലോഷിപ്പ് അംഗങ്ങളും ഏവരും ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്ന, മഹത്വപ്പെടുത്തുന്ന ഈ ഉന്നതമായ ശുശ്രൂഷയോട് ഈ നാളുകളിലെല്ലാം ചേർന്ന് നിന്ന നമ്മളെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിച്ചിട്ടുണ്ട്. ഈ ഒരു പുതിയ ദിനത്തിൽ, ഈ പുതിയ വർഷത്തിൽ കർത്താവ് തൻ്റെ വചനത്തിലൂടെ അവിടുത്തെ ദൂത് നമുക്ക് നൽകി. ഈശോ നമുക്ക് ഈ ഒരു വർഷം ആവശ്യമായ വലിയ ശക്തിയും ബലവും നൽകുന്നു. നമുക്ക് വലിയ ഹൃദയ തുറവിയോടെ ഈശോയുടെ വചനം സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങാം. Praise the Lord. Praise the Lord. എൻ്റെ ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, അത് സംഭവിച്ചത് 1981 ജൂൺ മാസം 14-നാണ്. അമേരിക്കയിലെ ഒരു ചെറുപട്ടണമായ റോസ്വില്ലയിൽ ഒരു വലിയ ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചു.
ആ പ്രദേശം മുഴുവനും ആ ചുഴലിക്കാറ്റ് കശക്കി എറിഞ്ഞു. ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായത് അവിടെയുണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു ഇലക്ട്രോണിക് സ്റ്റോറായ സൗണ്ട് ഓഫ് മ്യൂസിക് എന്ന ഷോപ്പിനാണ്. ഏകദേശം 26 മിനിറ്റുകൾ നീണ്ടുനിന്ന ഈ ചുഴലിക്കാറ്റിന് ശേഷം അവിടെ ആ പ്രദേശത്തേക്ക് ഈ സ്റ്റോറിൻ്റെ ഉടമ കടന്നു വന്നു. ആ സ്റ്റോറ് നിന്നിരുന്ന സ്ഥലത്തേക്ക് കടന്നു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയം തകർന്നുപോയി. അവിടെ സ്റ്റോറിൻ്റെ ഒരു പാടുപോലുമില്ലാത്ത രീതിയിൽ മുഴുവൻ പൂർണ്ണമായി നശിച്ചു. ആ കടയിലുണ്ടായിരുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ചുഴലിക്കാറ്റ് ആ പ്രദേശത്ത് ഒന്നാകെ ഇങ്ങനെ ചിതറിച്ച് ഇട്ടിരിക്കുകയാണ്. അദ്ദേഹം അവിടെ മനസ്സ് തകർന്ന് തല കുനിച്ച് കുമ്പിട്ട് വളരെ അധികം സമയം ഇരുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതം തകർന്നു പോയല്ലോ, ഞാനിനി എന്ത് ചെയ്യും, എങ്ങനെ ഞാൻ മുന്നോട്ട് പോകും? ഈ രീതിയിലുള്ള നിരാശപ്പെടുത്തുന്ന ചിന്തകൾ ആ മനുഷ്യൻ്റെ മനസ്സിൽ വന്ന് നിറയാൻ തുടങ്ങി. അല്പസമയത്തിന് ശേഷം വളരെ ശാന്തമായൊരു സ്വരം അദ്ദേഹത്തിന് കേൾക്കുവാനിടയായി. ഈ നാശം നിൻ്റെ നന്മയ്ക്കായിട്ട് ഞാൻ മാറ്റും. നീ ഇവിടെ ഒരു ടൊർണാഡോ സെയിൽ ആരംഭിക്കുക. ടൊർണാഡോ എന്ന് പറഞ്ഞാൽ ചുഴലിക്കാറ്റ് എന്നാണ് അർത്ഥം. നിങ്ങൾക്കറിയാം, ഒരു സ്ഥലത്ത് ഈ രീതിയിലുള്ള പ്രകൃതി ദുരന്തമുണ്ടാകുമ്പോൾ അത് കാണുവാൻ ആ ദേശത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് ആയിരക്കണക്കിന് ആളുകൾ എത്തും. അപ്പോൾ അവർ കാഴ്ചയൊക്കെ കണ്ട് തിരിച്ചു പോകുമ്പോൾ അവർക്ക് ഓർമ്മയ്ക്കായി ഒരു മെമൻറ്റോ ആയി ഈ കടയിലുണ്ടായിരുന്ന സാധനങ്ങൾ കൊടുത്താൽ അത് നല്ല ഒരു ആശയമാണ് എന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം തൻ്റെ ജീവനക്കാരെയൊക്കെ വിളിച്ചു. ചിതറിക്കിടന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വീണ്ടും അദ്ദേഹം അവിടെ ഒരു ഷെഡുണ്ടാക്കി അവിടെ സ്റ്റോർ ചെയ്തു. ഈ ജീവനക്കാർക്ക് അദ്ദേഹം നല്ല ഒരു ടീഷർട്ട് ഉണ്ടാക്കി കൊടുത്തു. ടൊർണാഡോ സെയിൽ എന്ന് എഴുതിയ ടീഷർട്ടുകൾ അത് ധരിച്ച് അവർ ഈ വിൽപ്പന ആരംഭിച്ചു. അദ്ദേഹം വിചാരിച്ചതുപോലെ അനേകായിരങ്ങൾ ആ പ്രദേശത്തേക്ക് കടന്നു വന്നു. അവരെല്ലാവരും വലിയ ഉത്സാഹത്തോടെ തിരിച്ചു പോകുമ്പോൾ ഈ കടയിൽ നിന്ന് സാധനങ്ങൾ ഓരോന്നും വാങ്ങുവാനായിട്ട് ആരംഭിച്ചു. ആ സെയിൽ വലിയൊരു വിജയമായി തീർന്നു. ഈ വിൽപ്പനയിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ സമ്പത്തും ഈ അനുഭവത്തിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ ജ്ഞാനവും ഉപയോഗിച്ച് അദ്ദേഹം പിന്നീട് ഒരു സ്റ്റോർ ആരംഭിച്ചു. അതിൻ്റെ പേര് ബെസ്റ്റ് ബൈ എന്നാണ്. ഇലക്ട്രോണിക് സാധനങ്ങൾ കസ്റ്റമേഴ്സിന് വളരെ മിതമായ നിരക്കിൽ, അതാണ് ബെസ്റ്റ് ബൈ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മിതമായ നിരക്കിൽ നൽകുന്ന ഒരു ഇലക്ട്രോണിക് സ്റ്റോർ. അത് പടിപടിയായി വളർന്ന് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശസ്തമായ ഒരു ഇലക്ട്രോണിക് വിപണന ശൃംഖലയായി മാറി. പ്രിയപ്പെട്ടവരെ, ഈ സംഭവം നമ്മളോട് രണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒന്ന്, എത്ര വലിയ ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചാലും അത് ഒരു നാൾ ശമിക്കും. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ തുടർച്ചയായിട്ട് ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ച് നമ്മളെ പൂർണ്ണമായി നശിപ്പിക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ തുടർച്ചയായിട്ടുള്ള ദുഃഖത്തിൻ്റെയും ദുരിതങ്ങളുടെയും ചുഴലിക്കാറ്റുകൾ ആഞ്ഞടിക്കുന്നുണ്ടാകാം. വളരെ ആശങ്കയോടെ ആയിരിക്കാം നിങ്ങൾ ഈ പുതുവർഷത്തിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുള്ളത്. പക്ഷേ ഈ സംഭവത്തിലൂടെ കർത്താവ് പറയുകയാണ്, നിൻ്റെ ജീവിതത്തിലുള്ള ചുഴലിക്കാറ്റ് ശമിക്കുന്ന ഒരു ദിവസം ആഗതമാകും. രണ്ടാമത്തെ കാര്യം,
ഈ ചുഴലിക്കാറ്റ് ആഞ്ഞടിക്കുമ്പോൾ നമ്മൾ സംഭ്രമിക്കേണ്ട, പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ല. കാരണം ചുഴലിക്കാറ്റ് ദൈവത്തിന് സംസാരിക്കുവാനുള്ള സമയമാണ്. ചുഴലിക്കാറ്റ് ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കുവാനുള്ള സമയമാണ്. ഇതിനു മുമ്പ് നിങ്ങൾ വളരെ തിരക്കിട്ട് ജീവിക്കുന്ന സമയമാണ്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചുഴലിക്കാറ്റ് ആഞ്ഞടിക്കുമ്പോൾ, എല്ലാം നശിക്കുമ്പോൾ, സ്വാഭാവികമായിട്ടും നിങ്ങൾ ദൈവത്തിലേക്ക് തിരിയും. നമുക്ക് നല്ല ഒരു ഉദാഹരണം പഴയ നിയമത്തിൽ കാണുവാൻ സാധിക്കും. വളരെ ശക്തമായ ഒരു ശുശ്രൂഷ ചെയ്തിരുന്ന പ്രവാചകനായിരുന്നു ഏലിയ പ്രവാചകൻ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ ദൈവത്തിൻ്റെ സ്വരം കേട്ടത് അദ്ദേഹം തളർന്ന് നിരാശനായ ആ സമയത്താണ്. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: അവിടെ അതിശക്തമായ ഒരു കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു, മലകളെ പിളർന്നുകൊണ്ട് പാറകളെ തകർത്തുകൊണ്ട് അത്രയും ശക്തമായ ഒരു കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു. ആ കൊടുങ്കാറ്റിന് ശേഷം വലിയൊരു ഭൂകമ്പം ഉണ്ടായി. ആ ഭൂകമ്പത്തിന് ശേഷം ഏലിയായുടെ മുമ്പിൽ വലിയൊരു അഗ്നി ആളിക്കത്തുവാൻ തുടങ്ങി. ഇതിന് ശേഷം 12-ാം വാക്യത്തിൽ നമ്മളോട് ഇപ്രകാരം പറയുകയാണ്: ആ അഗ്നി അടങ്ങിയ ശേഷം ഏലിയ ഒരു മൃദുസ്വരം കേട്ടു. ദൈവത്തിൻ്റെ ഒരു സ്വരം കേൾക്കുവാനുള്ള ഒരു സാഹചര്യമാണ് ഈ പ്രകൃതി ദുരന്തം ഏലിയായുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയത്. 13-ാം വാക്യത്തിൽ ദൈവം ഏലിയായോട് സംസാരിക്കുകയാണ്: ഏലിയ, നീ ഇവിടെ എന്ത് ചെയ്യുകയാണ്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ തരത്തിലുള്ള കൊടുങ്കാറ്റുകളും ഭൂകമ്പങ്ങളുമൊക്കെ ആഞ്ഞടിക്കുമ്പോൾ നമ്മൾ ശാന്തരായിരിക്കണം. ദൈവത്തിൻ്റെ ഒരു ശബ്ദം കേൾക്കുവാൻ സാധിക്കും: മകനെ, മകളെ, നീ എന്ത് ചെയ്യുകയാണ്? നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ നിശ്ചയമായും നമ്മെ ശക്തിപ്പെടുത്തുന്ന, മുന്നോട്ട് പോകുവാൻ വഴി കാണിക്കുന്ന ദൈവത്തിൻ്റെ ഒരു മൃദുസ്വരം, ശാന്തമായ സ്വരം കേൾക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിൽ എത്ര ശക്തമായ ചുഴലിക്കാറ്റാഞ്ഞടിച്ചാലും നമ്മളൊരിക്കലും പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല. ഞാനൊരു ചെറുപ്പക്കാരൻ്റെ ജീവിതാനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. വളരെ വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. അവന് ഹൈദരാബാദിൽ ഒരു പരീക്ഷ എഴുതുവാൻ പോകേണ്ടതായി വന്നു. വളരെ സാധാരണമായ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ചവനാണ്. അധികം സാമ്പത്തിക ശേഷിയൊന്നുമില്ല. ഏകദേശം 1 മാസത്തോളം അവന് അവിടെ ചെലവഴിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവിടെ അവൻ ആലോചിച്ചു, ഹോട്ടലിൽ റൂം എടുക്കുവാൻ സാധിക്കില്ല, അത്രയും പൈസ ചിലവാക്കുവാനായിട്ട് അവൻ്റെ അപ്പന് സമ്പത്തില്ല, ശേഷിയില്ല. അവനൊരാശയം തോന്നി. അവൻ രൂപതയിൽ കേന്ദ്രത്തിൽ ചെന്ന് വികാരി ജനറലിനോട് കാര്യം പറഞ്ഞ് ജനറാളച്ചൻ്റെ ഒരു കത്ത് മേടിച്ചു. അവൻ ഈ കത്തുമായി ഹൈദരാബാദ് നഗരത്തിലെത്തി. അവൻ അവിടെ ആദ്യമായിട്ട് പോവുകയാണ്, വലിയ പരിചയമൊന്നുമില്ല. അങ്ങനെ തപ്പി തിരഞ്ഞ് ഈ രൂപത കേന്ദ്രത്തിൽ, ഹൈദരാബാദിലെ രൂപതയുടെ കേന്ദ്രത്തിലെത്തി. വലിയ പ്രതീക്ഷയോടെ അവൻ ജനറാളച്ചൻ്റെ റൂമിൻ്റെ മുമ്പിലെത്തി. അവൻ റൂമിലേക്ക് കടന്നു. ഒത്തിരി പ്രതീക്ഷയോടെ ഈ ജനറാളച്ചൻ്റെ കത്ത് അവിടെയുള്ള അച്ഛന്, ജനറാളച്ചന് കൊടുത്തു. എന്നാൽ അവൻ്റെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി ഈ അച്ഛൻ പെട്ടെന്ന് ഇവനോട് പൊട്ടിത്തെറിക്കുകയാണ് ചെയ്തത്. വളരെയധികം ദേഷ്യപ്പെട്ടു. അവന് റൂം കിട്ടിയില്ല, സൗകര്യം കിട്ടിയില്ല. വളരെ സങ്കടപ്പെട്ട് അവൻ അച്ഛൻ്റെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അവിടെ ആ വരാന്തയിലുണ്ടായിരുന്നൊരു ബെഞ്ചിൽ അവൻ വളരെ സങ്കടപ്പെട്ടിരുന്നു. ഇന്നത്തെ കാലത്താണെങ്കിൽ മക്കളുടനെ മൊബൈൽ ഫോണിൽ വീട്ടിലേക്ക് വിളിക്കും, ഇങ്ങനെയൊരു സാഹചര്യമുണ്ട് എന്ന് പറഞ്ഞ്. പക്ഷെ അന്നത്തെ കാലത്ത് മൊബൈൽ ഫോണില്ല, ലാൻഡ് ഫോണില്ല. ആകപ്പാടെയുള്ള കമ്മ്യൂണിക്കേഷൻ മീഡിയം ഇല്ലൻ്റ് ലെറ്ററുകളാണ്. അപ്പോൾ കത്തെഴുതി വീട്ടിലേക്ക് അറിയിക്കുവാനുള്ള സമയമില്ല. അവൻ അവിടെ ഇരുന്ന് സ്വർഗത്തിലേക്ക് ഒരു ഫോൺ കോൾ നടത്തി. എൻ്റെ അപ്പാ, ഞാനിവിടെ തനിച്ചാണ്. ഈ നഗരത്തിൽ
എന്നെ സഹായിക്കുവാനായി ആരുമില്ല. എൻ്റെ പിതാവേ, എൻ്റെ അപ്പാ, അവിടുന്ന് എന്നെ സഹായിക്കണമേ എന്ന് സ്വർഗത്തിലേക്ക് നോക്കി അവൻ വലിയ വേദനയോടെ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ആ നിമിഷം തന്നെ സ്വർഗത്തിൽ നിന്ന് മറ്റൊരു ഫോൺ കോൾ പോയി. അത് ജനറൽ അച്ഛൻ്റെ അടുത്തേക്കായിരുന്നു. അതുവരെ വളരെ ദേഷ്യപ്പെട്ടിരുന്ന അച്ഛൻ ശാന്തനാവുകയും താൻ പുറത്ത് ഇറക്കിവിട്ട ഈ ചെറുപ്പക്കാരനെ കുറിച്ച് ഓർമ്മിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ചെറുപ്പക്കാരനെ വിളിക്കുവാനായിട്ട് അച്ഛൻ പറഞ്ഞു. അച്ഛൻ വലിയ ശാന്തതയോടെയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അച്ഛൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനത്തിലേക്ക് അച്ഛൻ കത്ത് കൊടുത്തു വിട്ടു. അവൻ ആ സ്ഥാപനത്തിലെത്തി. അവൻ്റെ അടുത്ത ആശങ്ക, എനിക്ക് പരീക്ഷ എഴുതാനുള്ള നിസാം കോളേജ്, അതാണ് കോളേജിൻ്റെ അഡ്രസ്സ്, അതെവിടെയായിരിക്കും? അവൻ നോക്കുമ്പോൾ ആ കെട്ടിടത്തിൻ്റെ മട്ടുപ്പാവിൽ നോക്കുമ്പോൾ ആ കോളേജ് അവന് കണ്ണെത്താവുന്ന ദൂരത്തിലാണ്. അവന് വണ്ടി കയറി പോകേണ്ട ആവശ്യമില്ല. ഭാഷ പരിചയമില്ലാത്ത അവന് തൊട്ടടുത്ത് താമസ സൗകര്യം സ്വർഗത്തിലെ പിതാവ് ഒരുക്കിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ കൂരിരുട്ടിൻ്റെ അനുഭവം ഉണ്ടായാലും നമ്മളൊരിക്കലും വിഷമിക്കേണ്ട, പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ല. ഈ കൂരിരുട്ടിൽ സജീവ സാന്നിധ്യമായി സർവശക്തനായ നിന്റെ പിതാവ് നിന്നോടൊപ്പമുണ്ട്. നിനക്ക് ആ പിതാവിൻ്റെ മുഖം കാണുവാൻ സാധിക്കുകയില്ല എങ്കിൽ പോലും ആ പിതാവ് നിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്വർഗത്തിലുള്ള പിതാവ് നിന്റെ കൂടെയുണ്ട് എന്നുള്ള ആ ബോധ്യമാണ് ഈ വർഷം മുഴുവനും പ്രത്യാശയിൽ ജീവിക്കുവാൻ നിന്നെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ വർഷം പ്രത്യാശയുടെ വർഷമാണ് എന്ന് പറയുന്നത്. നമ്മളൊരിക്കലും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ജീവിതത്തിൽ നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവം നമ്മോട് ഒപ്പമുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യമാണ് ഈ ജൂബിലി വർഷത്തിൽ ആപ്തവാക്യമായി നമുക്കൊരു ദിശാബോധം നൽകുന്ന വെള്ളി നക്ഷത്രമായി പിതാവ് നൽകുന്നത്. അതിപ്രകാരമാണ്, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ നിരാശപ്പെടുത്തുന്ന എത്ര വലിയ തകർച്ചകളുണ്ടായാലും നമ്മളൊരിക്കലും നിരാശരാകേണ്ട കാര്യമില്ല. കാരണം സർവശക്തനായ, എന്നെ സ്നേഹിക്കുന്ന, എന്നെ കരുതുന്ന സ്വർഗത്തിൻ്റെ പിതാവ് എന്നോടൊപ്പമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ വർഷം മുഴുവനും ആ പിതാവിൻ്റെ കരം പിടിച്ച് വലിയ ആനന്ദത്തോടെ, വലിയ ആത്മവിശ്വാസത്തോടെ നമ്മുടെ ജീവിതയാത്ര ആരംഭിക്കാം. കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഉടൻ തന്നെ നമ്മൾ ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. നമുക്ക് ഈ വർഷം മുഴുവനും ആ കർത്താവിൻ്റെ നമ്മെ കരുതുന്ന, നമുക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ അപ്പമായി തീർന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് ദിവ്യകാരുണ്യ ആരാധനയ്ക്കായിട്ട് ഒരുങ്ങാം. ഒരു നിമിഷം നമ്മൾ കേട്ട തിരുവചനങ്ങളെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് നമുക്കൊരു പ്രാർത്ഥിക്കാം. ഹൃദയത്തെ ശാന്തമാക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ഏലിയ ശാന്തമായപ്പോൾ ഏലിയായ്ക്ക് കർത്താവിൻ്റെ ശാന്തമായ ഒരു സ്വരം കേൾക്കുവാൻ സാധിച്ചു. ജീവിതത്തിൽ എത്ര വലിയ ചുഴലിക്കാറ്റുകൾ ആഞ്ഞടിച്ചാലും നമ്മൾ ഓർക്കണം, ഇതൊക്കെ ശാന്തമാകും. നമ്മൾ പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ല. ഇതിനെ നിയന്ത്രിക്കുവാൻ, ഇതിനെ നമ്മുടെ ഉപരി നന്മയ്ക്കായിട്ട് മാറ്റുവാൻ സാധിക്കുന്ന സർവശക്തനായ എൻ്റെ കർത്താവ് എന്നോടൊപ്പമുണ്ട്. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം എനിക്ക് വെളിപ്പെടുത്തി തരണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ എൻ്റെ ജീവിതത്തെ അവിടുന്ന് പൊതിയണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദുർബലന് ബലം നൽകുന്ന, ശക്തി നൽകുന്ന അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. കർത്താവേ, കൊടുങ്കാറ്റുകളെ അതിജീവിക്കുന്ന കഴുകനെ പോലെ ചിറകടിച്ച് പറന്നുയരുവാൻ എൻ്റെ മനസ്സിന് അവിടുന്ന് ശക്തി നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു.
അങ്ങേ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. എന്നിലേക്ക് അവിടുന്ന് കടന്നു വരണമേ. കർത്താവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ മഹത്വം. നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കടന്നു വരണമേ കർത്താവേ. അങ്ങയുടെ സ്വരം കേൾക്കുവാൻ കൃപ നൽകണമേ, അങ്ങയുടെ സാന്നിധ്യം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, 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 ഈശോ. നാളും പിരിയാതെ നിന്നോടു ചേർന്നിടുവാൻ അധികാരം പകരണമേ, അഭിഷേകം പകരണമേ. ആവർത്തിച്ചു പാടാം. നാളം പിരിയാതെ നിന്നോടു ചേർന്നിടുവാൻ അധികാരം പകരണമേ, അഭിഷേകം പകരണമേ. നിൻ സാന്നിധ്യം, നിൻ സാന്നിധ്യം, നിൻ സാന്നിധ്യം മതി. നിൻ സാന്നിധ്യം, നിൻ സാന്നിധ്യം, നിൻ സാന്നിധ്യം മതി. നിൻ സാന്നിധ്യം, നിൻ സാന്നിധ്യം, നിൻ സാന്നിധ്യം മതി. നിൻ സാന്നിധ്യം, നിൻ സാന്നിധ്യം, നന്ദി നിൻ കർത്താവേ, നന്ദി, സാന്നിധ്യം നന്ദി. വചന സന്ദേശത്തിന് നന്ദി. ഹൃദയങ്ങളിലേക്ക് കടന്നു വരണമേ. ഈശോ, 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 ഈശോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദിവ്യകാരുണ്യ ആരാധനയ്ക്കായി ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം. വരുവിൻ, നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം. നമ്മെ സൃഷ്ടിച്ച കർത്താവിൻ്റെ മുൻപിൽ നമുക്ക് മുട്ടുകൾ കുത്താം. ആമേൻ. ഹൃദയപൂർവ്വം ഏറ്റവും ഭക്തിയോടെ ദിവ്യകാരുണ്യ ഈശോയെ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ഹൃദയങ്ങളിലേക്ക്, ഈ അൾത്താരയിലേക്ക്, നമ്മുടെ ഓരോരുത്തരുടെയും ഭവനത്തിലേക്ക് ഈ ഗാനത്തിൻ്റെ ഈരടികളോട് ചേർന്ന് സ്വീകരിച്ച് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. സ്തോത്രം, സ്തോത്രമേശുവേ, സ്തോത്രത്തിനെന്നും യോഗ്യനേ. സകല നാവും പാടുന്നു ദൈവം പരിശുദ്ധൻ. സ്തോത്രം, സ്തോത്രമേശുവേ, സ്തോത്രത്തിനെന്നും യോഗ്യനേ. ഈശോയെ നമുക്ക് ആരാധിക്കാം. സകലനാവും പാടുന്നു ദൈവം പരിശുദ്ധൻ. അവിടുത്തെ പരിശുദ്ധയെ ആരാധിക്കാം. ദൈവം പരിശുദ്ധൻ. മാലാഖമാരോട് ചേർന്ന് ആരാധിക്കാം. ദൈവം പരിശുദ്ധൻ. സ്വർഗവാസികളോട് ചേർന്ന് ആരാധിക്കാം. ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ചേർന്ന് പാടാം. ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ പാടും. ഹല്ലേലൂയ, ആമേൻ. അവിടുത്തെ പരിശുദ്ധിയെ നമുക്ക് വാഴ്ത്താം. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ആമേൻ. പരിശുദ്ധനായവൻ മഹത്വത്തോടെ നമ്മുടെ മധ്യേ വസിക്കുന്ന നിമിഷങ്ങളാണിത്. കർത്താവിന് ചേർന്ന വിധം, അവിടുത്തെ മഹത്വത്തിന് ചേർന്ന വിധം അവിടുത്തെ ആരാധിക്കുമെന്ന് വചനം നമ്മളോട് പറയുന്നു. ഈ സമയങ്ങളിൽ നമുക്കെല്ലാം മറന്ന് ഈശോയെ നമുക്കൊന്ന് ആരാധിക്കാം. അവിടുത്തെ മഹിമയ്ക്ക് ചേർന്ന വിധം പരിശുദ്ധനായ അവിടുത്തെ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിൽ അനുഭവിച്ച് നമ്മുടെ മുൻപിൽ എഴുന്നള്ളിയിരിക്കുന്ന സർവശക്തനായ കർത്താവിനെയും
ജീവിക്കുന്നവനായ ഈശോയെ, നമ്മെ സുഖപ്പെടുത്തുവാൻ വേണ്ടി എഴുന്നള്ളി വന്നിരിക്കുന്ന ഈശോയെ, നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കുവാൻ വേണ്ടി ഈ അൾത്താരയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ദിവ്യ കാരുണ്യത്തെ ഹൃദയപൂർവ്വം നമുക്കൊന്ന് ആരാധിക്കാം. രണ്ട് കരങ്ങളും ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തി, ഈശോ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അവിടുത്തെ മഹിമയ്ക്കൊത്ത വിധം, അവിടുത്തെ മഹിമ പ്രതാപത്തിനൊത്ത വിധം പാപികളായ ഞങ്ങൾ ഈശോയെ ഞങ്ങളുടെ കരങ്ങൾ ഉയർത്തി, ഞങ്ങളുടെ ഹൃദയം ഉയർത്തി, ഞങ്ങളുടെ ജീവിതം സമർപ്പിച്ച്, ഞങ്ങളുടെ അധരങ്ങൾ തുറന്ന് ഞങ്ങൾ അങ്ങയെ വിളിച്ച് ആരാധിക്കുന്നു, ഹൃദയപൂർവ്വം ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, 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 ഈശോ എന്ന നാമം ഏറ്റു പറഞ്ഞ് അധരം തുറന്ന് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, 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 യേശുവേ, 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 ഈശോ, 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 ഈശോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, 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 ഈശോ. യേശുവേ ആരാധിക്കാം. ആരാധന യേശുവേ, ചേർന്ന് ആരാധിക്കാം. ആരാധന യേശുവേ, ആരാധന യേശുവേ, പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കാം. ആരാധന യേശുവേ, പൂർണ്ണ മനസ്സോടെ ആരാധിക്കാം. ആരാധന യേശുവേ, സർവശക്തിയോടെ ആരാധിക്കാം. ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ചേർന്ന് ആരാധിക്കാം. ആരാധന യേശുവേ. സ്നേഹത്തോടെ ഈശോയുടെ മുൻപിലേക്ക് നമുക്ക് അണയാം. സങ്കീർത്തകൻ പറയുന്നുണ്ട്, കർത്താവേ, അങ്ങ് വസിക്കുന്ന ആലയവും അങ്ങയുടെ മഹത്വത്തിൻ്റെ ഇരിപ്പിടവും എനിക്കേറെ പ്രിയങ്കരമാണ്. അങ്ങ് വസിക്കുന്ന ആലയം, അങ്ങയുടെ മഹത്വത്തിൻ്റെ ഇരിപ്പിടം, അതെനിക്കേറെ പ്രിയങ്കരമാണ്. പ്രിയപ്പെട്ടവരെ, അവിടുന്ന് വസിക്കുന്ന ഈ ആലയത്തിൽ, അവിടെ നമ്മുടെ മുൻപിൽ വസിക്കുന്ന ഈ നിമിഷങ്ങളിൽ അവിടുത്തെ സന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ, നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ചേർത്ത് വയ്ക്കാം. നമ്മോടുള്ള വലിയ സ്നേഹത്താലാണ് ഈശോ ദിവ്യ കാരുണ്യമായി നമ്മുടെ മുൻപിൽ എഴുന്നള്ളിയിരിക്കുന്നത്. നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് വ്യക്തിപരമായി സ്നേഹിക്കുന്നത് കൊണ്ടാണ്. നമ്മളെ ഓരോരുത്തരെയും വ്യക്തിപരമായി അറിയുന്നവനാണ് നമ്മുടെ കർത്താവ്. മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല. എൻ്റെ സമാധാന ഉടമ്പടിക്ക് ഭംഗം നേരിടുകയുമില്ല. കർത്താവിൻ്റെ വചനം ഈ രാത്രിയിൽ നമ്മോട് പറയുകയാണ്. അത്രമാത്രം നമ്മെ സ്നേഹിക്കുന്ന, ഈ മലകളെല്ലാം മാറിപ്പോയാലും, ഈ കുന്നുകളെല്ലാം മാറ്റപ്പെട്ടാലും എൻ്റെ സ്നേഹത്തിന് ഒരു മാറ്റവും ഉണ്ടായിരിക്കുകയില്ല. നീ എത്രമാത്രം തകർന്ന ഒരു വ്യക്തിയാണെങ്കിലും, നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം കുറവുകളുണ്ടെങ്കിലും, നിന്റെ ജീവിതത്തിൽ ഏതെല്ലാം തകർച്ചകളുണ്ടെങ്കിലും, പ്രിയപ്പെട്ട മകനെ, മകളെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് ഈശോ നമ്മോട് പറയുകയാണ്. ആ സ്നേഹത്തിലേക്ക് നമുക്കും ചേർന്നിരിക്കാം. ഈ സയാനത്തിൽ നമുക്ക് ഈശോയോട് പറയാം, കർത്താവേ, ഞങ്ങളും അങ്ങയെ സ്നേഹിക്കുന്നു, ഞാനും അങ്ങയെ സ്നേഹിക്കുന്നു. സങ്കീർത്തനം 18-ാം അധ്യായത്തിൻ്റെ 1-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, കർത്താവേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നുവെന്ന്. സങ്കീർത്തകനോട് ചേർന്ന് നമുക്കും പറയാം, ഈശോ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങ് വസിക്കുന്ന ഈ ആലയത്തിലായിരിക്കുവാൻ, അങ്ങയോട് ചേർന്നൊന്നിരിക്കുവാൻ, അവിടുത്തെ സന്നിധിയിലേക്ക് എൻ്റെ ജീവിതം ഒന്ന് സമർപ്പിക്കുവാൻ ഞാൻ ഒരുപാട് വാഞ്ചിക്കുന്നു കർത്താവേ. ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു ഈശോയെ. എൻ്റെ ജീവിതം മുഴുവനും നിനക്കായിട്ട് വീണ്ടും വീണ്ടും സമർപ്പിക്കുന്നു കർത്താവേ. എൻ്റെ ജീവിത നിയോഗങ്ങളെ ഞാൻ നിനക്കായിട്ട് നിന്റെ മുൻപിലേക്ക് ഇതാ സമർപ്പിച്ച് നിന്നെ ആരാധിക്കുന്ന കർത്താവേ. ഈശോയുടെ മുൻപിലേക്ക് ഒരിക്കൽ കൂടി നമ്മുടെ കരങ്ങളൊന്ന് തുറന്നു പിടിക്കാമോ? ഈശോയോട് നമുക്ക് പറയാം, ഈശോ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു,
ഞാൻ അങ്ങയെ സ്നേഹിക്കുന്ന കർത്താവേ. അപ്പോൾ കർത്താവ് അവിടുത്തെ വലിയ സ്നേഹം കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കും, നമ്മുടെ ജീവിതങ്ങളെ നിറയ്ക്കും. അവിടുത്തെ പരിശുദ്ധി കൊണ്ട് നമ്മളെ നിറയ്ക്കും, അവിടുത്തെ ആത്മാവ് കൊണ്ട് നമ്മളെ നിറയ്ക്കും. അവിടുത്തെ സൗഖ്യവും ശക്തിയും ജീവനും ആരോഗ്യവും എല്ലാം നമുക്ക് പ്രദാനം ചെയ്യും. വചനം പറയുന്നു, കണ്ണീരോടെയാണ് ഞാൻ വരുന്നത്, എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും. നമ്മുടെ കണ്ണീർ കണങ്ങളൊക്കെ ആശ്വസിപ്പിച്ച് അവിടുത്തെ കുപ്പിയിൽ ശേഖരിക്കുന്ന നിമിഷങ്ങളാണിത്. നമുക്ക് അവിടുത്തെയോട് ചേർന്നിരിക്കാം, ഈശോയെ നമുക്ക് ആരാധിക്കാം, ഈശോയെ നമുക്ക് സ്നേഹിക്കാം. കരങ്ങളൊന്ന് തുറന്നു പിടിച്ച് ഈശോ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നുവെന്ന് ചെറിയ സ്വരത്തിലൊന്ന് പറഞ്ഞ് ഈശോയുടെ സന്നിധിയിലേക്ക് ജീവിതത്തെ വിട്ടുകൊടുത്തുകൊണ്ട് ഒരിക്കൽ കൂടി ഒന്ന് ആരാധിക്കാമോ? ഈശോ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഈശോ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എൻ്റെ ജീവനും എൻ്റെ ജീവിതവും എൻ്റെ കുടുംബവും എൻ്റെ ആരോഗ്യവും എൻ്റെ അവസ്ഥകളെല്ലാം ഈശോ നിന്റെ മുൻപിലേക്ക് ഞാനിതാ സമർപ്പിക്കുന്നു. കണ്ണീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കുമെന്ന് പറയുന്ന കർത്താവിന്റെ വചനം ഇപ്പോൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരട്ടെ, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. മലകൾ അകന്നു പോയാലും കുന്നുകൾ മാറ്റപ്പെട്ടാലും മാറ്റമില്ലാത്ത അവിടുത്തെ സ്നേഹം, അവസാനിക്കാത്ത അവിടുത്തെ സ്നേഹം, അവസാനിക്കാത്ത അവിടുത്തെ കാരുണ്യം, ഓരോ പ്രഭാതത്തിലും ഓരോ ദിവസവും പുതുതായി അവിടുത്തെ സ്നേഹം നമ്മുടെ ജീവിതത്തിലേക്ക് ഈ നിമിഷങ്ങളിൽ ഒഴുകട്ടെ. ഈശോയെ നമുക്ക് ഒരിക്കൽ കൂടി ആരാധിക്കാം. ഹല്ലേലൂയ. ഈശോ 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 ഈശോ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധിക്കും അങ്ങേ ഞാൻ ആത്മാർത്ഥ ഹൃദയമോടെ. ആരാധിക്കും അങ്ങേ ഞാൻ ആത്മാർത്ഥ ഹൃദയമോടെ. സാധിക്കുമെങ്കിൽ കർത്താവിന്റെ സന്നിധിയിലൊന്ന് മുട്ടന്മേൽ നിന്ന് കരങ്ങൾ തുറന്നു പിടിച്ച് ഈ ഗാനത്തിന്റെ ഈരടികളോട് ചേർന്ന് നമുക്ക് ഈശോയെ ആരാധിക്കാം, അവിടുത്തെ സ്നേഹിക്കാം. എന്നെ സ്നേഹിക്കും സ്നേഹത്തിൻ്റെ ദൈവമേ, എന്നെ സ്നേഹിച്ച സ്നേഹത്തിനാഴമതിൻ. എന്നെ സ്നേഹിക്കും സ്നേഹത്തിൻ്റെ ദൈവമേ, എന്നെ സ്നേഹിച്ച സ്നേഹത്തിൻ ആഴമതിൽ. വൻ കൃപയെ ഓർത്തിടുമ്പോ എന്തുണ്ട് പകരം നൽകാൻ. വൻ കൃപയെ ഓർത്തിടുമ്പോൾ എന്തുണ്ട് പകരം നൽകാൻ. രക്ഷയിൻ പാനപാത്രം ഉയർത്തും ഞാൻ നന്ദിയോടെ. രക്ഷയിൻ പാനപാത്രം ഉയർത്തും ഞാൻ നന്ദിയോടെ. ഞാനങ്ങേ കരങ്ങൾ ഉയർത്തി സ്നേഹിക്കുന്നു ഈശോയോട് പറയാം. എൻ ജീവനേക്കാളെന്നും. ഈശോ ഞാനങ്ങേ സ്നേഹിക്കുന്നു എൻ ജീവനേക്കാളെന്നും. ആരാധിക്കും അങ്ങേ ഞാൻ ആത്മാർത്ഥ ഹൃദയമോടെ. ആരാധിക്കാം. ആരാധിക്കും അങ്ങേ ഞാൻ ആത്മാർത്ഥ ഹൃദയമോടെ. ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മുടെ ജീവിതത്തെ മുഴുവനും നമുക്ക് ഈ രാത്രിയിൽ ചേർത്ത് വയ്ക്കാം. നമ്മുടെ എല്ലാ ജീവിത നിയോഗങ്ങളെയും നമുക്ക് ചേർത്ത് വയ്ക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും
നമ്മുടെ കുടുംബത്തെ നമുക്ക് ഈശോയുടെ സന്നിധിയിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കാം. നമ്മെ അറിയുന്ന കർത്താവ്, നമ്മെ സ്നേഹിക്കുന്ന ഈശോ, നമുക്ക് വേണ്ടി അപ്പമായി എഴുന്നള്ളി വന്ന കർത്താവ്, കാലത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ കർത്താവ്, കൂടെ വസിക്കുന്ന ഈശോ, ആ ഈശോയാണിപ്പോൾ എൽത്താരയിൽ നമ്മുടെ മുൻപിലായിരിക്കുന്നത്. ഈശോ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നുവെന്ന് വീണ്ടും വീണ്ടും നമുക്ക് ഹൃദയപൂർവ്വം ഈശോയുടെ സന്നിധിയിൽ ഏറ്റുപറയാം. അവിടുത്തെ ആരാധിക്കാം. പൂർണ്ണ ഹൃദയത്തോട് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. പൂർണ്ണ ഹൃദയത്തോട് നമുക്ക് അവിടുത്തെ സ്നേഹിക്കാം. എൻ്റെ ജീവനും ജീവിതവും എനിക്കുള്ളതെല്ലാം ഈശോയ്ക്ക് കൊടുക്കാം. ഞാൻ അവിടുത്തെ ആരാധിക്കുമ്പോൾ അവിടുത്തെ വലിയ കൃപകൾ കൊണ്ട് എൻ്റെ ജീവിതം മുഴുവനും നിറയും. ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ അധികമായിട്ട് എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുവാനായിട്ട് അവിടുത്തേക്ക് ഈ രാത്രിയിൽ സാധിക്കും. എൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുവാൻ വേണ്ടി ഈശോ ഈ രാത്രിയിൽ എഴുന്നള്ളി വന്നിരിക്കുന്നു. എൻ്റെ സാമ്പത്തിക മേഖലകളെ അനുഗ്രഹിക്കുവാൻ വേണ്ടി ഈശോ ഈ രാത്രിയിൽ കടന്നു വന്നിരിക്കുന്നു. എൻ്റെ പ്രയാസങ്ങൾ എടുത്തു മാറ്റുവാൻ, എൻ്റെ രോഗങ്ങൾ സൗഖ്യപ്പെടുത്തുവാൻ, എൻ്റെ ജീവിതത്തിൽ ഒരു പുതുവഴി തുറന്നു തരുവാൻ, എൻ്റെ വഴിമുട്ടിയ ജീവിതത്തിൽ ഒരു പുതുവഴിയിലൂടെ എന്നെ നയിക്കുവാൻ ഈ രാത്രിയിൽ ഈശോ ഇതാ എഴുന്നള്ളി വന്നിരിക്കുന്നു. നമ്മുടെ കുടുംബത്തിന്റെ നാഥനും രക്ഷകനും കർത്താവുമായിട്ട് ഈശോയെ നമുക്ക് ഏറ്റുപറയാം. ഈശോ, നീയാണ് എനിക്ക് വലിയവൻ, നീയാണ് എൻ്റെ സർവസ്വവും. അതെ, സ്വർഗത്തിൽ അവിടുത്തെ അനവരതം ആരാധിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധന്മാരോട് ചേർന്ന്, മാലാഖമാരോട് ചേർന്ന്, ഭൂമിയിൽ അവിടുത്തെ ആരാധന സ്തുതി സ്തോത്രങ്ങൾ അവിടുത്തേക്ക് അർപ്പിക്കുന്ന എല്ലാ ദൈവ മക്കളോടും ചേർന്ന് ഈ രാത്രിയിൽ നമുക്ക് വീണ്ടും ഈശോയെ ആരാധിക്കാം. അവിടുത്തെ ശക്തി വെളിപ്പെടുന്ന നിമിഷമാണിത്. അവിടുത്തെ കൃപകൾ നമ്മുടെ ജീവിതത്തിലേക്ക്, കുടുംബങ്ങളിലേക്ക്, നമ്മുടെ ആഗ്രഹങ്ങളിലേക്ക് കടന്നു വരുന്ന നിമിഷങ്ങളാണിത്. രണ്ട് കരങ്ങളും നന്നായിട്ടൊന്ന് ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തി, ഈശോയെ, നിങ്ങൾക്ക് പരമാവധി എത്ര സ്വരത്തിൽ നിങ്ങൾക്ക് വിളിക്കാൻ സാധിക്കുമോ, എത്ര സ്വരം ഉയർത്തി അവിടുത്തെ ആരാധിക്കാൻ സാധിക്കുമോ, അവിടുത്തെ വിളിച്ചപേക്ഷിക്കുവാൻ സാധിക്കുമോ, അത്രയും സ്വരം ഉയർത്തി ആത്മാർത്ഥ ഹൃദയമോടെ നമുക്ക് അവിടുത്തെ ആരാധിക്കാം. രണ്ട് കരങ്ങളും ഉയർത്തി ആരാധിക്കാം. ഈശോയെ എന്ന് വിളിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ. ഈശോ, 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 ഈശോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ക്ലേശകാലത്ത് എനിക്ക് അഭയം തരുന്നവനാണ് അവിടുന്ന്. തന്റെ കൂടാരത്തിൽ അവിടുന്ന് എന്നെ ഒളിപ്പിക്കുന്നവനാണ്. എന്റെ ശത്രുക്കളുടെ മുകളിൽ എന്നെ ഉയർത്തി നിർത്തുന്നവനാണ്. എന്നെ ഉയർന്ന പാറമേൽ നിർത്തുന്നവനാണ് എന്റെ കർത്താവ്. അവിടുന്ന് എന്നെ ഒരു നാളും തള്ളിക്കളയുകയില്ല, ഒരു നാളും അവിടുന്ന് എന്നെ ഉപേക്ഷിക്കുകയില്ല. നിത്യവും അവിടുന്ന് എന്റെ കൂടെ വസിക്കുന്നവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഈശോയെ നമുക്ക് ആരാധിക്കാം. ആ ഈശോയെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ച് വലിയ സന്തോഷത്തോടെ എല്ലാ മഹത്വവും ഈശോയ്ക്ക് കൊടുത്ത്, എല്ലാ ആരാധനയും ഈശോയ്ക്ക് കൊടുത്ത്, എല്ലാ നിയോഗങ്ങളുടെ മേലും അവിടുന്ന് എഴുന്നള്ളി വരുന്നത് കണ്ടുകൊണ്ട് നമുക്ക് ഈശോയെ ആരാധിക്കാം. ഹല്ലേലൂയ. ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്. കരങ്ങളടിച്ച് സന്തോഷത്തോടെ ആരാധിക്കാം. ആരാധന അങ്ങയ്ക്ക്, ഈശോ, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്. എന്റെ പാറയാകും യേശുനാഥ, എന്നെ കാക്കും ദൈവം നീ. എന്റെ പാറയാകും യേശുനാഥ, എന്നെ കാക്കും ദൈവം നീ. മഹിമയും ബലവും നിറഞ്ഞവനെ, എന്നുമെന്നും സ്തുതി നിനക്ക്. മഹിമയും ബലവും ഈശോയെ ആരാധിക്കാം. എന്നും എന്ന് സ്തുതി നിനക്ക്. ആരാധന അങ്ങയ്ക്ക്, കരങ്ങൾ ഉയർത്തി ആരാധന അങ്ങയ്ക്ക്, എല്ലാ ആരാധനയും ഈശോയ്ക്ക് കൊടുക്കാം. ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന
സ്നേഹത്തോടെ ആരാധിക്കാം. ഈശോയെ നോക്കി, ഈശോയെ കണ്ടുകൊണ്ട് സ്വരം വിട്ടുകൊടുത്ത് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ അവിടെ നമുക്ക് നൽകുന്ന സൗഖ്യം, ഈ നിമിഷങ്ങളിൽ അവിടെ നൽകുന്ന വലിയ കൃപകൾ എല്ലാം നമുക്ക് സ്വീകരിക്കാം. ദിവ്യകാരുണ്യനാഥനിൽ നിന്നും വലിയ സൗഖ്യവും അനുഗ്രഹങ്ങളും എല്ലാം നമുക്ക് സ്വീകരിക്കാം. ഈശോയെ അവിടുത്തെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലേക്കും നമുക്ക് ക്ഷണിക്കാം. ഈശോയെ, ഈശോയെ, ഈശോ എല്ലാം സമർപ്പിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, 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 ഈശോ. ശാന്തമായി ഒരിക്കൽ കൂടി നമ്മുടെ ജീവിത നിയോഗങ്ങളെല്ലാം നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ മുൻപിലേക്ക് കൊടുക്കാം. എല്ലാ മേഖലകളിലേക്കും ഈശോ ഇന്ന് അവിടുത്തെ അനുഗ്രഹം വർഷിച്ചിട്ടുണ്ട്. ഈ പുതുവർഷത്തിൽ കർത്താവ് നമ്മുടെ ഭവനങ്ങളിലേക്ക് എഴുന്നള്ളി വന്നിട്ടുണ്ട്. നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിച്ചിട്ടുണ്ട്. നമുക്കത് വിശ്വാസത്തോടെ ഏറ്റെടുക്കാം. വലിയ പ്രത്യാശ കൊണ്ട് കർത്താവ് നമ്മെ നിറച്ചിട്ടുണ്ട്. നമുക്ക് നന്ദിയോടെ ആ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെ എല്ലാം ഈശോയുടെ സന്നിധിയിലേക്കൊന്ന് ഹൃദയപൂർവ്വം കൂട്ടിക്കൊണ്ടുവരാം. ഒരുപക്ഷെ നമ്മുടെ പ്രിയപ്പെട്ടവർ ദൂരങ്ങളിലൊക്കെ ആയിരിക്കും. മക്കളൊക്കെ ഒരുപാട് വിദൂര രാജ്യങ്ങളിലായിരിക്കും. വീട്ടിൽ നിന്നും അകലെയായിരിക്കും. എല്ലാവരെയും നമുക്ക് ഹൃദയപൂർവ്വം ഈശോയുടെ സന്നിധിയിലേക്കൊന്ന് കൂട്ടിക്കൊണ്ടുവരാം. രോഗികളായിട്ട് ഭവനങ്ങളിലുള്ളവരെ ഈശോയുടെ സന്നിധിയിലേക്ക് പ്രത്യേകമായിട്ട് നമുക്ക് ചേർത്ത് വയ്ക്കാം. ഏതെല്ലാം നിയോഗങ്ങളുമായിട്ടാണോ ഇന്ന് ഈ പ്രാർത്ഥനയിൽ നമ്മൾ അടഞ്ഞത്, ആ നിയോഗങ്ങളെ നമുക്കിപ്പോൾ പ്രത്യേകമായും ഈശോയുടെ ഈ ആശീർവാദ സമയത്ത് കർത്താവിൻ്റെ സന്നിധിയിലേക്കൊന്ന് കൊടുക്കാം. ഈശോ എല്ലാം ഏറ്റെടുക്കും. നമ്മെ സമ്പൂർണ്ണമായൊരു വിടുതലിലേക്കും ഒരു വിമോചനത്തിലേക്കും ഈശോ നയിക്കും. ഒട്ടിന്മേൽ നിന്നുകൊണ്ട് വലിയ സ്നേഹത്തോടെ കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് സ്വന്തമാക്കാം. ദൈവം പരിശുദ്ധൻ, ഈശോ, ദൈവം പരിശുദ്ധൻ, ഈശോ, ദൈവം പരിശുദ്ധൻ, ഈശോ, ഈശോ, ഈശോ. ദൈവം പരിശുദ്ധൻ, ആ പരിശുദ്ധിയെ ഏറ്റുപാടി നമുക്ക് ദൈവം ആരാധിക്കാം. പരിശുദ്ധൻ, ഈശോ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. രണ്ട് കരങ്ങളും ഉയർത്തി ഈശോയെ ആരാധിച്ചുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ ആരാധിച്ച് നമുക്ക് ഈ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ. ഈശോയെ ആരാധിക്കാം. ദിവ്യകാരുണ്യനാഥ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, സർവശക്തിയോടെ ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചസ്വരത്തിൽ ഈശോയെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവശക്തനായവനെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. എല്ലാ ആരാധനകൾക്കും യോഗ്യനായവനെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങളുടെ വിമോചകനായ കർത്താവെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങളെ സൗഖ്യപ്പെടുത്തുന്ന ഈശോയെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, 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 ഈശോ. ഹല്ലേലൂയ, ആമേൻ. ശിരസ് നമിച്ച് നമുക്ക് ഒരുമിച്ച് ഈശോയെ ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക്, സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക്, ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളോട് കൂടെ നിരന്തരം വസിച്ച് ഞങ്ങളെ സൗഖ്യപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക്, ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിലെ ശുശ്രൂഷയിലൂടെ കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിട്ടുണ്ട്.
പ്രത്യേകിച്ചും ഈ പുതുവർഷത്തിൻ്റെ ആദ്യത്തെ ഈ ശുശ്രൂഷ നമുക്ക് വലിയ അനുഗ്രഹമായി തീർന്നു. ഇന്നത്തെ സ്തുതി ആരാധനയിലൂടെയും വചന ശുശ്രൂഷയിലൂടെയും ആരാധനയിലൂടെയും എല്ലാം കർത്താവിൻ്റെ വലിയ സാന്നിധ്യം നമ്മൾ അനുഭവിച്ചു. നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഈശോയുടെ വലിയ സ്നേഹവും വലിയ സൗഖ്യവും ഒക്കെ കടന്നു വന്നു. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. വലതുകരം ഉയർത്തി നമുക്ക് ഈശോയെ ഒന്ന് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ ഷാലോം നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഞങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥനാ കൂട്ടായ്മ മുഴുവൻ സമയവും ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും ഇങ്ങോട്ട് വാട്സപ്പിൽ നമ്പറിൽ അയയ്ക്കുക. അതോടൊപ്പം തന്നെ ഈ ശുശ്രൂഷയിലൂടെ ലഭിക്കുന്ന സൗഖ്യങ്ങൾ അത് സാക്ഷ്യമായിട്ട് അയക്കുന്ന കാര്യം കൂടി പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. പ്രത്യേകിച്ചും ഓരോ മൂന്നാമത്തെ ബുധനാഴ്ചകളിലും ഷാലോമിൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഷാലോം വിശുദ്ധ കുർബാന അർപ്പിച്ചും ആരാധന നടത്തിയും പ്രത്യേക പ്രാർത്ഥനകൾ ഉയർത്തിയും പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും യാചനകളും ഒപ്പം നിങ്ങളുടെ സാക്ഷ്യങ്ങളും ഷാലോമിലേക്ക് അറിയിക്കുക. ഷാലോം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം നമുക്ക് ഒരിക്കൽ കൂടി തേടാം. പ്രത്യേകിച്ചും ഈ സമയങ്ങളിൽ അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു അമ്മയുടെ വലിയ പ്രാർത്ഥനയ്ക്കായി നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും എല്ലാം സമർപ്പിച്ച് നമ്മുടെ ഷാലോം ശുശ്രൂഷകളെ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ പരിശുദ്ധമായ നാമം നമുക്ക് ഒരുമിച്ച് വിളിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.